ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിന്റെ പ്രോബബിലിറ്റി ഫംഗ്ഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ഫോളോ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ ആണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ. അതിനകത്ത് പോയിസോൺ ഡിസ്ട്രിബ്യൂഷന്റെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ മീനും വേരിയൻസും പറഞ്ഞായിരുന്നു. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ മീൻ ഈസ് NP ആൻഡ് വേരിയൻസ് ഈസ് NPQ. സിമിലർലി പോയിസോൺ ഡിസ്ട്രിബ്യൂഷന്റെ മീൻ എന്ന് പറയുന്നത് E of x ആണ്. E of x ഈക്വൽ ടു ലാംഡ ആൻഡ് വേരിയൻസ് ഓഫ് x എന്ന് പറയുന്നതും പോയിസോൺ ഡിസ്ട്രിബ്യൂഷന്റെ ലാംഡ ആയിരുന്നു. അടുത്തത് നെക്സ്റ്റ് പറയാൻ പോകുന്നത്, അപ്പൊ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ വന്നത് തന്നെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ ലിമിറ്റിംഗ് കേസ് ആണ് പോയിസോൺ എന്ന് പറഞ്ഞത്. അതായത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ അകത്ത് നമ്പർ ഓഫ് ട്രയൽസ് വെരി ലാർജും പ്രോബബിലിറ്റി സ്മോൾ ആകുന്ന കേസിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ ആണ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഒരു പ്രൂഫ് പഠിക്കാനുണ്ട്. ലിമിറ്റിംഗ് ഫോം ഓഫ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആസ് എ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ എഴുതിക്കോ. ലിമിറ്റിംഗ് ഫോം ഓഫ് അതിന്റെ ഒരു പ്രൂഫ് ആണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ n ടെൻസ് ടു ഇൻഫിനിറ്റിയും p ടെൻസ് ടു 0 ആകുന്ന കേസിൽ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ആവുന്നതിന്റെ പ്രൂഫ് ഉണ്ട്. എഴുതിക്കോ. പ്രൂവ് ദാറ്റ് ലിമിറ്റിംഗ് ഫോം ഓഫ്, കുറച്ച് ലെങ്തി പ്രൂഫ് ആണ്. പ്രൂവ് ദാറ്റ് ലിമിറ്റിംഗ് ഫോം ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ as a Poisson distribution. Prove that binomial distribution form of Poisson distribution as a Poisson distribution, that is when n tends to infinity, that is when n tends to infinity and p tends to 0, when അടുത്ത മീൻ ഈക്വൽ ആണ് when NP equal to lambda remains constant. ഇമ്പോർട്ടന്റ് ആണ്, remains constant. ഒന്നുമില്ല, n tends to infinity ആകുന്ന കേസിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ n tends to ഇൻഫിനിറ്റിയും p tends to 0 and NP equal to lambda ആകുന്ന കേസിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ ആണ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബബിലിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? f of x ഈക്വൽ ടു പ്രോബബിലിറ്റി PMF, പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ f of x ഈക്വൽ ടു NCX p raised to x q raised to n minus x. അപ്പൊ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് n tends to infinity p tends to 0. ഈ ഒരു കേസിനകത്ത് ഈ ഒരു കേസ് ഈ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ആയ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഇട്ട് കൊടുത്താൽ നമുക്ക് പോയിസോൺ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ആയ f of x ഈക്വൽ ടു e raised to minus lambda raised to x by x ഫാക്ടോറിയൽ കിട്ടുമെന്ന് പ്രൂവ് ചെയ്യാണ് ഈ ഒരു കേസിൽ വേണ്ടത്. അതായത് അതിന് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എടുക്കുന്നത്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, അതായത് കൺസിഡർ റാൻഡം വേരിയബിൾ x. കൺസിഡർ റാൻഡം വേരിയബിൾ x ഫോളോസ് ബൈനോമിയൽ NP. അങ്ങനെയാണെങ്കിൽ then f of x ഈക്വൽ ടു x ഫോളോസ് ബൈനോമിയൽ NP ആണെങ്കിൽ f of x ഈക്വൽ ടു NCX p raised to x. ഇത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ ആണ്. NCX p raised to x q raised to n minus x which is equal to, അപ്പൊ NCX നെ നമുക്ക് ഇങ്ങനെ എഴുതാം, കൺവേർട്ടഡ് ടു n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ x ഫാക്ടോറിയൽ ഇൻറ്റു n minus x factorial into p raised to x q raised to n minus x, which is equal to
പി റൈസ് ടു എൻ ഫാക്ടോറിയൽ മേലെയുണ്ട്, താഴെ ഒരു എൻ മൈനസ് ന്യൂമറേറ്ററിൽ ഒരു എൻ മൈനസ് എക്സ് ഫാക്ടോറിയൽ ഉണ്ട്. അപ്പൊ അതിനെന്ത് ചെയ്യുന്നത്, എൻ മൈനസ് എക്സ് എൻ ഫാക്ടോറിയലിന് എൻ ഇൻറ്റു എൻ മൈനസ് വൺ ഇൻറ്റു എൻ മൈനസ് ടു എക്സെട്ര എൻ മൈനസ് എക്സ് ഉള്ള ഒരു ടേം വരെ നമുക്ക് ഈ എൻ ഫാക്ടോറിയലിന് എഴുതാം. ഞാൻ ഈ എൻ ഫാക്ടോറിയലിന് ഇങ്ങനെ മാറ്റുന്നത് എൻ ഇൻറ്റു എൻ മൈനസ് വൺ ഇൻറ്റു എൻ മൈനസ് ടു എക്സെട്ര എൻ മൈനസ് എക്സ്, ഒരു പർട്ടിക്കുലർ കേസിൽ അത് എൻ മൈനസ് എക്സ് ആയി മാറും. അതിന് തൊട്ട് മുമ്പിലുള്ള ടേം എൻ മൈനസ് എക്സ് പ്ലസ് വൺ, ഇനി തൊട്ട് പുറകിലുള്ള ടേം എൻ മൈനസ് എക്സ് മൈനസ് വൺ ആയിരിക്കും. തൊട്ട് മുമ്പിലുള്ള ടേം എൻ മൈനസ് എക്സ് പ്ലസ് വൺ എക്സെട്ര. നെക്സ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എൻ മൈനസ് എക്സ് പ്ലസ് ടു എക്സെട്ര. എക്സെട്ര 2 ഇൻറ്റു 1, അതായത് എൻ ഫാക്ടോറിയലിന് 1 ഇൻറ്റു 2 ഇൻറ്റു എക്സെട്ര എൻ മൈനസ് എക്സ് പ്ലസ് വൺ എൻ മൈനസ് എക്സ് പ്ലസ് ടു എൻ മൈനസ് എക്സ് പ്ലസ് വൺ എക്സെട്ര എൻ വരെ നമുക്ക് എഴുതാൻ പറ്റും. ഡിവൈഡഡ് ബൈ എൻ ഫാക്ടോറിയലിന് ഒരു പർട്ടിക്കുലർ കേസ് വെച്ച് എഴുതുന്നതാണ്. എൻ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു എക്സെട്ര എൻ വരെ പോവാ. അപ്പോൾ അതിന്റെ ഒരു നടുക്കുള്ള പർട്ടിക്കുലർ ടേം, ഹാഫിലുള്ള പർട്ടിക്കുലർ ടേം എഴുതുന്ന 1 ഇൻറ്റു 2 ഇൻറ്റു എക്സെട്ര എൻ മൈനസ് എക്സ് പ്ലസ് ടു എൻ മൈനസ് എക്സ് പ്ലസ് വൺ എൻ മൈനസ് എക്സ് എക്സെട്ര എൻ മൈനസ് ടു എൻ മൈനസ് വൺ എക്സെട്ര എൻ. അപ്പൊ ഡിനോമിനേറ്റർ എക്സ് ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എൻ മൈനസ് എക്സ് ഫാക്ടോറിയൽ ഇൻറ്റു ബാക്കി പി റൈസ് ടു എക്സ് ക്യൂ റൈസ് ടു എൻ മൈനസ് എക്സ്. നോക്കിയേ, ഇവിടെ എൻ മൈനസ് എക്സ് ഫാക്ടോറിയൽ ഉണ്ട്, മേലെ 1 ഇൻറ്റു 2 ഇൻറ്റു എക്സെട്ര ഈ എൻ മൈനസ് എക്സ് വരെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇതിന്റെ തൊട്ട് മുമ്പിലുള്ള ടേം എന്ന് പറയുന്നത് എൻ മൈനസ് എക്സ് മൈനസ് വൺ എന്നുള്ള ടേം ആയിരിക്കും. അപ്പം എന്താക്കാം, ഈ ഇതുവരെയുള്ള ടേം നമുക്ക് ക്യാൻസൽ ചെയ്യാം. അതായത് എൻ മൈനസ് എക്സ് ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു എക്സെട്ര എൻ മൈനസ് എക്സ് ആണ് അല്ലെ. അപ്പൊ ഇവിടെ നോക്കിയ 1 ഇൻറ്റു 2 ഇൻറ്റു എക്സെട്ര എൻ മൈനസ് എക്സ് വരെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഇതിന് തൊട്ട് മുമ്പിലുള്ള ടേം എന്ന് പറയുന്നത് എൻ മൈനസ് എക്സ് മൈനസ് വൺ ആയിരിക്കും. ബ്രാക്കറ്റ് ഉണ്ട്, എൻ മൈനസ് എക്സ് മൈനസ് വൺ ആയിരിക്കും. ഈ എൻ മൈനസ് എക്സിന്റെ തൊട്ട് മുമ്പിലുള്ള ടേം എന്ന് പറയുന്നത് എൻ മൈനസ് എക്സ് മൈനസ് വൺ ആയിരിക്കും. അപ്പം ഈ എൻ മൈനസ് എക്സ് ഫാക്ടോറിയലും മേലെ ഇത്ര 1 ഇൻറ്റു 2 ഇൻറ്റു എക്സെട്ര എൻ മൈനസ് എക്സ് വരെയുള്ള ടേമും നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെയായിരിക്കും. ബാക്കി ടേം അവിടെ വരുന്നത് എൻ മൈനസ് എൻ ഇൻറ്റു എൻ മൈനസ് വൺ എക്സെട്ര എൻ മൈനസ് എൻ മൈനസ് എക്സ് എൻ മൈനസ് എക്സ് മൈനസ് വൺ ഇൻറ്റു എൻ മൈനസ് എക്സ് ഫാക്ടോറിയൽ എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ താഴെ ഡിനോമിനേറ്ററിലെ എക്സ് ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് എക്സ് ഫാക്ടോറിയൽ. താഴെ എക്സ് ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് എക്സ് ഫാക്ടോറിയൽ, എക്സ് ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് എക്സ് ഫാക്ടോറിയൽ ഇൻറ്റു പി റൈസ് ടു എക്സ് ക്യൂ റൈസ് ടു എൻ മൈനസ് എക്സ്. നമുക്ക് ഈ എൻ മൈനസ് എക്സ് ഫാക്ടോറിയലിന് ന്യൂമറേറ്ററിലുള്ള എൻ മൈനസ് എക്സ് ഫാക്ടോറിയൽ വിൽ ബി ക്യാൻസൽ. ദെൻ ദിസ് ടേം എൻ ഇൻറ്റു ഒന്നുകൂടി മാറ്റി ചെയ്താൽ എൻ മൈനസ് ഓപ്പൺ ചെയ്താൽ എൻ മൈനസ് എക്സ് പ്ലസ് വൺ, അതായത് ആദ്യം ഈ ടേം എഴുതുന്നു ഇതന്നെ എഴുതാം, എൻ ഇൻറ്റു എൻ മൈനസ് വൺ എക്സെട്ര എൻ മൈനസ് എക്സ് മൈനസ് വൺ എക്സ് എൻ മൈനസ് എക്സ് മൈനസ് വൺ എന്ന് പറഞ്ഞാൽ എൻ മൈനസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ എൻ മൈനസ് എക്സ് പ്ലസ് വൺ ഇൻറ്റു പി റൈസ് ടു എക്സ് ക്യൂ റൈസ് ടു എൻ മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ.
ഇറ്റ്സ് ഈക്വൽ ടു ഓരോ ടേമിനകത്തുനിന്നും ഞാൻ എന്നിനെ ഔട്ട് സൈഡിൽ എടുക്കുന്നു. n ഇൻറ്റു n മൈനസ് വണ്ണിനകത്തുനിന്ന് ഞാൻ ഒരു എന്നിനെ ഔട്ട് സൈഡിൽ എടുക്കുന്നു. n ഇൻറ്റു 1 മൈനസ് 1/n. നെക്സ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ n മൈനസ് 2 ആയിരിക്കും. n മൈനസ് 2ന്റെ അകത്തുനിന്ന് എന്നിനെ ഔട്ട് സൈഡ് എടുത്താൽ n ഇൻറ്റു 1 മൈനസ് 2/n എക്സെട്ര. ഇതിനകത്തുനിന്ന് എന്നിനെ ഔട്ട് സൈഡിൽ എടുത്താൽ n ഇൻറ്റു 1 മൈനസ് എക്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ n ഇൻറ്റു p റേസ് ടു എക്സ് q റേസ് ടു n മൈനസ് എക്സ്. നോക്കിയേ, ഇനി ഇവിടെ നോക്കിയേ, n ഇൻറ്റു ഇവിടെ ഒരു n ഉണ്ട്, n ഇൻറ്റു 1 മൈനസ് 1/n, n ഇൻറ്റു 1 മൈനസ് 2/n, n ഇൻറ്റു 1 മൈനസ് എക്സ് പ്ലസ് 1/n. ഇങ്ങനെയാണെങ്കിൽ എത്ര n ടേംസ് ഉണ്ടാവും? ഇവിടെ എത്ര n ടേംസ് ഉണ്ടാവും? n എന്ന് പറയുന്നത് എത്ര ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവും? 1 മൈനസ് 1/nന്റെ ബ്രാക്കറ്റിന് ഔട്ട് സൈഡിൽ ഒരു n ഉണ്ട്, 1 മൈനസ് 2/nന്റെ ഔട്ട് സൈഡിൽ ഒരു n ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര n's ഉണ്ടാവും ഇവിടെ? ഇവിടെ ഒരു n ഇതുണ്ടോ, n ഇൻറ്റു 1 മൈനസ് 1/n. ഈ 1/nന്റെ ഡിനോമിനേറ്റർ നോക്കിയാ 1, 2, നെക്സ്റ്റ് 3 ആയിരിക്കും, എക്സെട്ര എക്സ് പ്ലസ് 1 വരെ ഉണ്ട്. 1 to എക്സ് പ്ലസ് 1 വരെ എത്ര ടേം ഉണ്ടാവും? വൺ ടു എക്സ് പ്ലസ് 1 വരെ എത്ര ടേം ഉണ്ടാവും? 1 to എക്സ് പ്ലസ് 1 വരെ എക്സ് പ്ലസ് 1 ടേംസ് ഉണ്ട്. അതായത് അതിന്റെ ഓരോന്നിന്റെയും ഔട്ട് സൈഡിൽ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പൊ പുറത്തൊരു n ടേംസും ഉണ്ടാവും. ടോട്ടൽ നമ്മൾ ഓൾറെഡി ഒരു n പുറത്തുണ്ട്. അപ്പൊ നമുക്ക് n ഇതിനകത്തുനിന്ന് എന്നിനെ ഔട്ട് സൈഡിൽ എടുത്താൽ 1 മൈനസ് എന്നിനെ ഔട്ട് സൈഡ് എടുത്താൽ 1 മൈനസ് 1/n എന്നുള്ള ഫോം കിട്ടും. അങ്ങനെയാണെങ്കിൽ 1 മുതൽ 1 മൈനസ് എക്സ് പ്ലസ് 1 ടേംസ് ആണുള്ളത്. അപ്പം ടോട്ടല് n എന്ന് പറയുന്നത് എക്സ് ടൈംസ് ആണ് റിപ്പീറ്റ് ചെയ്യാം. പുറത്തൊരു n ഉണ്ട്, അപ്പോൾ n എന്ന് പറയുന്നത് എക്സ് ടൈംസ് ആണ് റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ n റേസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ ഇൻറ്റു ബാക്കിയുള്ള ടേം അതുപോലെ തന്നെ വരും, 1 മൈനസ് എക്സ് പ്ലസ് 1 ആണ്. അപ്പൊ ബ്രാക്കറ്റ് നമ്മൾ ഇട്ട് കൊടുത്താൽ 1 മൈനസ് n റേസ് ടു എക്സ് ബ്രാക്കറ്റ് ഇട്ട് കൊടുത്താൽ ഇങ്ങനെ വരും, 1 മൈനസ് 1/n, 1 മൈനസ് 2/n എക്സെട്ര. ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് 1 മൈനസ് എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ n ഇൻറ്റു പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു n മൈനസ് എക്സ്. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ നിന്നാണ് ശരിക്ക് ഈ ബ്രാക്കറ്റ് ഇല്ലാണ് നമുക്ക് ഈ എക്സ് പ്ലസ് 1 എക്സ് മൈനസ് 1 ആ ഫോമിൽ എഴുതിയാല് ഇവിടെ 1 2 3 എക്സെട്ര എക്സ് മൈനസ് 1 വരെ എത്ര ടേം ഉണ്ടാവും? 1 2 3 എക്സെട്ര എക്സ് മൈനസ് 1 വരെ എത്ര ടേം ഉണ്ടാവും? 1 2 3 എക്സെട്ര എക്സ് മൈനസ് 1 വരെ ഹൗ മെനി ടേംസ്? 1 2 3 എക്സെട്ര എക്സ് മൈനസ് 1 വരെ. അതായത് ഇവിടെ n റേസ് ടു എക്സ് വരുന്നത് ഇനി നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. അതായത് ഇതിനെ ഒന്നുകൂടി ഇങ്ങനെ മാറ്റി എഴുതാം, n ഇൻറ്റു 1 മൈനസ് 1/n
n into 1 minus 2 by n etc. n into 1 minus ഞാൻ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുന്ന x minus 1 by n into p raised to x q raised to n minus x divided by x factorial. ഇനി നോക്കിയേ, ഈ n ഓൾറെഡി ഉള്ളതാണ്. ഇത് ഈ n എന്ന് പറയുന്നത് നമ്മൾ n മൈനസ് 1 ഔട്ട് സൈഡിൽ എടുത്തതാണ്. അപ്പൊ ഇനി നോക്കിയേ, ഇവിടുന്ന് മുതൽ 1ന്റെ പവർ പിന്നെ 1 മൈനസ് 1 ബൈ n 1 മൈനസ് 2 ബൈ n എക്സെട്ര 1 മൈനസ് x മൈനസ് 1 ബൈ n 1 to x മൈനസ് 1 വരെ എത്ര ടേംസ് ഉണ്ടാവും? 1 to x മൈനസ് 1 വരെ സേനി 1 x മൈനസ് 1 ടേംസ് ഉണ്ടാവും. അതായത് ഈ ബ്രാക്കറ്റ് മുതൽ എക്സ് മൈനസ് 1 വരെ എക്സ് മൈനസ് 1 ടേംസ് ഉണ്ടാവും. ഒരു n പുറത്തുണ്ട്, അതും കൂടി കൂട്ടിയിട്ട് ടോട്ടൽ എത്ര ടേം ഉണ്ടാവും? ആഡ് ചെയ്താല് ഇവിടുന്ന് ഈ ബ്രാക്കറ്റിനുള്ളിലുള്ളത് മുതൽ എക്സ് മൈനസ് 1 ടേംസ് ഉണ്ട്, n ടേംസ് ഉണ്ട്. ബ്രാക്കറ്റിന് പുറത്ത് ഒരു n ടേംസും ഉണ്ട്. പ്ലസ് 1 ഇട്ട് കൊടുത്ത ടോട്ടല് n എന്ന് പറയുന്നത് എത്ര ടേംസ്? n എന്ന് പറയുന്നത് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? എക്സ് ടൈംസ്. അങ്ങനെയാണ് ഇവിടെ എക്സ് ടൈംസ് റിപ്പീറ്റ് ചെയ്യും. അങ്ങനെയാണ് ഇത് n റേസ് ടു എക്സ് വന്നത്. അപ്പൊ n റേസ് ടു എക്സ് ഇൻറ്റു ബാക്കി നമ്മൾ അതുപോലെ എഴുതുന്നു 1 മൈനസ് 1 ബൈ n 1 മൈനസ് 2 ബൈ n എക്സെട്ര 1 മൈനസ് എക്സ് മൈനസ് 1 ബൈ n ഇൻറ്റു p റേസ് ടു എക്സ് q റേസ് ടു n മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ. നോക്കിയേ, ഇവിടെ n റേസ് ടു എക്സ് ഉണ്ട്, ഇവിടെ ഒരു p റേസ് ടു എക്സ് ഉണ്ട്. അതിനെ നമുക്ക് ഒരുമിച്ച് എഴുതാം, എൻ പി ഹോൾ റേസ് ടു എക്സ് എന്ന് എഴുതാം. അതായത് n റേസ് ടു എക്സ് p റേസ് ടു എക്സ്, അതിനെ ഒരുമിച്ച് എഴുതുന്ന എൻ പി റേസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ. np raised to x divided by x factorial into ബാക്കിയുള്ള ടേം അതുപോലെ തന്നെ എഴുതുന്നത് 1 മൈനസ് ബാക്കി ടേംസ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് 1 ബൈ n 2 മൈനസ് 1 ബൈ n 1 മൈനസ് 2 ബൈ n എക്സെട്ര 1 minus x minus 1 by n into q raised to n minus x divided by x factorial. നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതാണ്, q raised to n minus x ന് ഞാൻ 1 minus p ഇട്ടുള്ളൂ. അതായത് p ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്, p plus q equal to 1 ആണ്, q equal to 1 minus p ആണ്. അടുത്ത സ്റ്റെപ്പിൽ np raised to x by x factorial into 1 minus 1 by n 1 minus 2 by n etc. 1 minus x minus 1 by n into 1 minus p whole raised to n minus x. പറഞ്ഞു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ടെൻഡ് ചെയ്യുന്നത് n ടെൻസ് ടു ഇൻഫിനിറ്റി ആൻഡ് p ടെൻസ് ടു 0 ആണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ലിമിറ്റിംഗ് കേസ് ഇട്ട് കൊടുക്കുന്ന ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഇമ്പോർട്ടന്റ് ആണ്, p ടെൻസ് ടു 0 ആൻഡ് np ഈക്വൽ ടു ലാംഡ. ബൈനോമിയലിന്റെ മീൻ np ആണ്, പോയ്സോണിന്റെ മീൻ എന്ന് പറയുന്നത് ലാംഡ ആണ്. അപ്പൊ np ഈക്വൽ ടു ലാംഡ. അങ്ങനെയാണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇങ്ങനെ എഴുതാം, np ഈക്വൽ ടു ലാംഡ ആണെങ്കിൽ ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ ഇൻറ്റു ലിമിറ്റിംഗ് കേസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 മൈനസ് 1 ബൈ n 1 minus 2 by n etc. 1 minus x minus 1 by n into ഇതിനൊരു ലിമിറ്റിംഗ് കേസ് കൊടുക്കുന്നുണ്ട് 1 minus p whole raised to n minus x which is equal to lambda raised to x by x factorial into ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 മൈനസ് 1 ബൈ n 1 മൈനസ് 2 ബൈ n എക്സെട്ര 1 മൈനസ് x മൈനസ് 1 ബൈ n ഇൻറ്റു
ലിമിറ്റ് n tends to infinity 1 minus p whole raised to n minus x. അതായത് ഈ ലിമിറ്റ് n tends to infinity എന്നുള്ളത് 1 minus 1 by n whole raised to 1 minus x minus 1 വരെ കൊടുത്ത് ഇൻറ്റു ഇതിന് സെപ്പറേറ്റ് കൊടുക്കുന്നു. 1 minus p whole raised to n minus x-ന് സെപ്പറേറ്റ് ലിമിറ്റ് ഇട്ട് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ which is equal to lambda raised to x by x factorial into to infinity 1 by n limit n tends to infinity 1 by n. n large ആവുമ്പോൾ 1 by n ന്റെ വാല്യൂ അങ്ങോട്ട് ടെൻഡ് ചെയ്യുക. ലിമിറ്റ് n tends to infinity 1 by n 0ലേക്ക് ടെൻഡ് ചെയ്യും. അപ്പം ഇതെന്ന് പറയുന്നത് ലിമിറ്റിംഗ് കേസ് ഇട്ട് കൊടുത്താൽ ഇത് 1 ആവും. 1 ഇൻറ്റു ഇതും 1 ആവും. 1 ഇൻറ്റു നെക്സ്റ്റ് ടേം 1 മൈനസ് 3 by n ആണ്. അതും 1 ആവും. ഇൻറ്റു എക്സെട്ര ഇൻറ്റു 1 വരെ പോവും. ഇൻറ്റു ഈ ഇത്രയും ടേംസ് കംപ്ലീറ്റ് 1 ആവും. അപ്പൊ 1 ഇൻറ്റു 1 എല്ലാം 1 ആവും. ഇൻറ്റു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 മൈനസ് പി ഹോൾ റേസ് ടു n മൈനസ് എക്സ്. ഇനി നമുക്ക് വാല്യൂ കണ്ടുപിടിക്കേണ്ടത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 മൈനസ് പി ഹോൾ റേസ് ടു n മൈനസ് എക്സിന്റെ ലിമിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് 1 ആണ് കംപ്ലീറ്റ്. അപ്പൊ അതിനെ സെപ്പറേറ്റ് എടുക്കുന്നത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 മൈനസ് പി ഹോൾ റേസ് ടു n മൈനസ് എക്സിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ സെപ്പറേറ്റ് എടുക്കുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 മൈനസ് നമ്മൾ പറഞ്ഞു എൻ പി ഈക്വൽ ടു ലാംഡ എന്നെടുത്ത്. അങ്ങനെയാണെങ്കിൽ പിനെ നമുക്ക് ലാംഡ ബൈ എന്ന് പറയാം. അതായത് ലിമിറ്റിംഗ് കേസ് എടുത്തപ്പോൾ പറഞ്ഞു n ടെൻസ് ടു ഇൻഫിനിറ്റി p ടെൻസ് ടു 0 n p ഈക്വൽ ടു ലാംഡ. അങ്ങനെയാണെങ്കിൽ p ഈക്വൽ ടു ലാംഡ ബൈ n 1 മൈനസ് ലാംഡ ബൈ n ഹോൾ റേസ് ടു n മൈനസ് എക്സ്. ഇനി പവർ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്ന ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 മൈനസ് ലാംഡ ബൈ n ഹോൾ റേസ് ടു n ഇൻറ്റു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 മൈനസ് ലാംഡ ബൈ n ഹോൾ റേസ് ടു മൈനസ് എക്സ്. നോക്കിയേ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 മൈനസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 മൈനസ് ലാംഡ ബൈ n ഹോൾ റേസ് ടു മൈനസ് എക്സ് എന്താവും പറഞ്ഞു. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 ബൈ n എന്ന് പറയുന്നത് 0 ആന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ലാംഡ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ലാംഡ ബൈ n എന്ന് പറയുന്നത് എന്താവും? ലാംഡ ബൈ n എന്ന് പറയുന്നതും ഏതിലേക്ക് ടെൻഡ് ചെയ്യും? 0ലേക്ക് ടെൻഡ് ചെയ്യും. അപ്പൊ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ലിമിറ്റ് ഇട്ട് കൊടുത്താൽ 1 മൈനസ് 0 വരും. 1 മൈനസ് 0 ഹോൾ റേസ് ടു മൈനസ് എക്സ് വരും. 1ന്റെ എന്ത് പവർ ആയാലും വാല്യൂ 1 തന്നെയാണ്. അപ്പൊ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 മൈനസ് ലാംഡ ബൈ n ഹോൾ റേസ് ടു n ഇൻറ്റു 1. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിന്റെ ലിമിറ്റ് മാത്രമേ കണ്ടുപിടിക്കണ്ടൂ. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 മൈനസ് ലാംഡ ബൈ ഹോൾ റേസ് ടു എന്നിന്റെ ലിമിറ്റ് മാത്രമേ കണ്ടുപിടിക്കണ്ടൂ. അപ്പൊ നമുക്കറിയാം 1 മൈനസ് അതായത് എ പ്ലസ് ബി ഹോൾ റേസ് ടു എന്ന് പറയുന്നത് എ റേസ് ടു എൻ പ്ലസ് എൻ സി 1 എ റേസ് ടു ബൈനോമിയൽ എക്സ്പാൻഷൻ പ്ലസ് ബി പ്ലസ് എക്സെട്ര പ്ലസ് എൻ സി എൻ ബി റേസ് ടു എൻ ആണെന്ന് അറിയാം. അത് വെച്ച് ഇതിനെ എക്സ്പാൻഡ് ചെയ്യുന്നത്. അതായത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 മൈനസ് ലാംഡ ബൈ n ഹോൾ റേസ് ടു എന്നിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. 1 മൈനസ് ഇത് 1 എ മൈനസ് ബിന്റെ ആണ്. എ മൈനസ് ബിന്റെ ആണെങ്കിൽ ഇവിടെ എ റേസ് ടു എൻ മൈനസ് എൻ സി 1 എ റേസ് ടു എൻ മൈനസ് 1 ബി പ്ലസ് എൻ സി 2 ആ ഫോമിലാണ് വരിക. ആ എക്സ്പാൻഷൻ എവിടെ ഇട്ട് കൊടുത്താല് എ മൈനസ് ബി ഹോൾ റേസ് ടു എന്നിന്റെ എക്സ്പാൻഷൻ 1 മൈനസ് എൻ സി 1 എന്ന് പറയുന്നത് 1 ആണ്. നമുക്ക് ഇങ്ങനെ എഴുതാം. ലാംഡ ഇൻറ്റു 1 മൈനസ് ലാംഡ ഇൻറ്റു എൻ സി 2 എന്ന് പറഞ്ഞാൽ n ഇൻറ്റു n മൈനസ് 1 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 2 ആണ്.
NC1 എന്ന് പറഞ്ഞാൽ NC1 ഈക്വൽ ടു n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു n-1 ഫാക്ടോറിയൽ ആണ്. അപ്പം n-1 ഫാക്ടോറിയലും NCn ആണ്. 1 minus m lambda plus n into n-1 divided by 1/2 into ഇവിടെ സ്ക്വയർ വരും ലാംഡ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 പ്ലസ് നെക്സ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ n into n-1 NC3 ആണിത് n into n-1 n-2 divided by 1 into 2 into 3 into lambda cube by lambda cube by lambda square divided by ഇവിടെ n into lambda by n വരുവേ ഇവിടെയും lambda by n സ്ക്വയർ ആണ്. അതായത് ഇത് ക്ലിയർ അല്ലേ? അതായത് 1 minus lambda by n whole raised to n ആണ്. അപ്പോൾ 1 raised to n minus NC1 lambda by n എന്നാ വരും. അപ്പൊ NC1 എന്ന് പറയുന്നത് n ആണ്. ആ n-ഉം ഈ n-ഉം ക്യാൻസൽ ചെയ്തിട്ടാണ് ലാംഡ വന്നത്. അതായത് ഈ n-ഉം ഈ n-ഉം ക്യാൻസൽ ചെയ്യും. ബാക്കി NC1 NC2 എന്ന് പറഞ്ഞാൽ n into n-1 divided by 1 into 2 divided by lambda square divided by n square plus ഇനി NC2 എന്ന് പറഞ്ഞാൽ n into n-1 n-2 divided by 1 into 2 into 3 into lambda cube divided by n cube plus etc plus etc plus last term 1 വരും etc plus lambda by n whole raised to n which is equal to നമുക്കുള്ളത് ഇതാണ് 1 minus lambda plus ഇനി ഓരോ ടേമിലും നമ്മൾ ലിമിറ്റ് ഇട്ട് കൊടുക്കുന്നു. ലിമിറ്റ് n tends to infinity n into n-1 divided by 2 factorial into lambda square divided by n square ആണ് plus limit n tends to infinity n into n-1 n-2 divided by 3 factorial into lambda cube by n cube plus etc. ഇത് മൈനസ് ആണ്, ഇത് പ്ലസ്, ഇത് മൈനസ് ആണ് വരും പ്ലസ് എക്സെട്ര. ഇതേ ഫോമിൽ പോവും വിച്ച് ഇസ് ഈക്വൽ ടു 1 minus lambda. ഇനി ഇത് ലിമിറ്റ് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഈ ഒരു n-നെ ഞാൻ ഔട്ട് സൈഡിൽ എടുക്കുന്നത്. ഔട്ട് സൈഡിൽ എടുത്തിട്ട് ഇങ്ങനെ എഴുതുന്നത് n സ്ക്വയർ ഇൻറ്റു 1 minus 1 by n. ഈ ബ്രാക്കറ്റിനുള്ളിലുള്ള n-1-നകത്തുനിന്ന് ഒരു n-നെ ഔട്ട് സൈഡിൽ എടുക്കുന്നത് 1 minus 1 by n divided by 2 factorial into n square. ഈ n സ്ക്വയറും ഈ n സ്ക്വയറും ക്യാൻസൽ ആണ് ഇൻറ്റു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി. ഇതിനകത്തുനിന്ന് ഒരു n-നെ ഔട്ട് സൈഡിൽ എടുക്കുന്നത് n-1-നകത്തുനിന്ന് ഒരു n-നെ ഔട്ട് സൈഡ് എടുക്കുന്നത് n-2-നകത്തുനിന്ന് ഒരു n-നെ ഔട്ട് സൈഡ് എടുക്കുന്നത്. അപ്പൊ ടോട്ടൽ n ക്യൂബ് ആവും. n ക്യൂബ് ഇൻറ്റു 1 minus 1 by n 1 minus 2 by n into lambda cube divided by 3 factorial into n cube plus etc. ഈ n ക്യൂബും ഈ ഒരു n ക്യൂബും ക്യാൻസൽ ആവും. ഇനി നമ്മൾ ലിമിറ്റ് ഇട്ട് കൊടുക്കുന്ന 1 minus lambda by ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 by n 0 ആണ്. അപ്പോൾ 1 minus 1 by n വരും വിച്ച് ഇസ് ഈക്വൽ ടു 1 minus lambda. ഇവിടെ ഒരു പ്ലസ് ഉണ്ട്. 1 minus lambda പ്ലസ് ഇവിടെ n-ന് ഇൻഫിനിറ്റി ഇട്ട് കൊടുക്കുമ്പം ഇവിടെ ഒരു ലാംഡ സ്ക്വയർ ഡിവൈഡഡ് ബൈ n സ്ക്വയർ ഉണ്ട്. n സ്ക്വയർ ക്യാൻസൽ ആയി ഇൻറ്റു ലാംഡ സ്ക്വയർ ഇറ്റ്സ് ഈക്വൽ ടു അപ്പൊ പ്ലസ് ലാംഡ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ മൈനസ് ഈ n ക്യൂബും ക്യാൻസൽ ആവും. n ടെൻസ് ടു ഇൻഫിനിറ്റി 1 by n 0 ആണ്, 2 by n-ഉം 0 ആണ്. അപ്പൊ 1 into 1 1 ആണ്. ലാംഡ ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. ഈ ഒരു എക്സ്പാൻഷനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇത് ഇതേ ഫോർമുല ഉള്ളത് 1 minus x plus x minus 1 minus x plus x square by 2 factorial minus x cube by 3 factorial etc. ഈ ഒരു എക്സ്പാൻഷനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം?
കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു. ഏത് ഇതിന്റെ എക്സ്പാൻഷൻ ആ 1 - x + x² / 2 factorial plus x³ / 3 factorial etc. Say anyone. 1 + x + x² / 2 factorial plus x³ / 3 factorial എക്സ്പാൻഷൻ എന്താ? അതിന്റെ എക്സ്പാൻഷൻ ഏത് ഫംഗ്ഷന്റെ എക്സ്പാൻഷൻ ആയത്? അറിയൂ. 1 + x + x² / 2 factorial x³ / 3 factorial. Anyone say? Krishnendu. 1 + x + x² / 2 factorial. പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനകത്ത് നമ്മൾ ചെയ്തതാ e⁻x. അപ്പൊ ഇതിനെ നമുക്ക് e⁻ - എന്ന് എഴുതാം. അപ്പൊ നമുക്ക് ഇപ്പൊ കിട്ടിയത് ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 1 - λ⁴ എന്ന് പറയുന്നത് e⁻ എന്നാണ് കിട്ടിയത്. 1 - λ/n എന്ന് പറയുന്നത് e⁻λ. ഈ വാല്യൂസ് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്ന, അതായത് ഈ ഒരു എക്സ്പാൻഷനകത്ത് ഇട്ട് കൊടുക്കുന്ന, ഇതിന് സ്റ്റാർ ഇട്ട് കൊടുക്കുക. ഈ ഒരു ഫംഗ്ഷന് സ്റ്റാർ ഇട്ട് കൊടുത്താല്, അതായത് ഇതിനെ λ⁴n x/x ഫാക്ടോറിയൽ ഇൻറ്റു ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 1 - p (n - x) എന്ന് പറയുന്നത് നമുക്ക് ഇപ്പൊ കിട്ടിയ e⁻λ ആണ്. n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി p ടെൻഡ്സ് ടു 0 ആ ഒരു എക്സ്പാൻഷൻ ഇട്ട് കൊടുത്തപ്പോ നമുക്ക് സ്റ്റാറിനെ ഇങ്ങനെ എഴുതാം. ഇക്വേഷൻ സ്റ്റാർ ഇംപ്ലൈസ് f of x equal to e⁻λ ഇങ്ങനെ എഴുതാം. λ⁻x/x ഫാക്ടോറിയൽ ഇൻറ്റു e⁻λ which is equal to ഇതിനെ മാറ്റി എഴുതാം e⁻λ λ⁻x/x ഫാക്ടോറിയൽ. എല്ലാവരും പെട്ടെന്നൊന്ന് എഴുതിയെടുത്തേ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു എഴുതുമ്പോ. ഒന്നുമില്ല. ഫസ്റ്റ് ബൈനോമിയലിന്റെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എഴുതുന്ന, എന്നിട്ട് അതിനെ എക്സ്പാൻഡ് ചെയ്യുന്നതാണ്. ഏതെങ്കിലും സ്റ്റെപ്പ് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചോദിച്ചോട്ടാ. എല്ലാരും പെട്ടെന്നൊന്ന് നോട്ട് ചെയ്തോ. അറ്റൻഡൻസ് പ്ലീസ്. അഭിജിത്ത് ദിവ്യേഷ്. അഭിജിത്ത് ദിവ്യേഷ്. ആദിത്യ. ഓക്കെ, ആദിത്യ. ആകാശ്. അഖിൽ. അക്ഷയ. അനന്യ. അനുഷ്ക. ആയിഷ. സഹല. ജിൻഷ. അനഘ. റിൻഷ. ഗോകുൽ. ഹരികൃഷ്ണ. ജിബിൻ. കൃഷ്ണേന്ദു.
കൃഷ്ണേന്ദു, ആഷിഖ്, Present. Miss present. നന്ദന, പൂജ, പ്രത്യക്ഷ, സഫൽ ആബ്സെന്റ് ആണോ? സഞ്ജയ്, Present, Miss. സാരംഗ്, Present, Miss. സൗരഭ്യ, Present Miss. ഷബീബ, Present Miss. ആഫിയ, Present Miss. ഷഹിൻഷ, Present. ശില്പ, Present Miss. സ്നേഹ, Present Miss. സൂര്യ, Present Miss. തുഷാര, Present Miss. തുഷാര, Present Miss. തുഷാര, വിഷ്ണു, Present, Miss. വിസ്മയ, 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 വൈശാഖ്, Present, Miss. ആബ്സെന്റ് ഈസ് സഫൽ. ഓക്കെ വിസ്മയ, ആബ്സെന്റ് ഈസ് സഫൽ. എല്ലാരും ഇത് നോട്ട് ചെയ്യണേ. നോട്ട് ചെയ്തിട്ട് എക്സിറ്റ് അടിക്കാവൂ.